ഈ 2026 തന്റെ കൈപ്പിടിയിലാക്കിയ മോഹൻലാലിനെയാണ് ഈ വർഷം കാണാനാകുന്നത്. കഴിഞ്ഞ വർഷം മോഹൻലാൽ ഇതുപോലൊരു കുതിപ്പ് നടത്തിയിരുന്നു. എന്നാൽ മോഹൻലാലിനെ ആ കുതിപ്പിൽ നിന്നും പിന്മാറ്റാനായി മറ്റ് ചില സിനിമകൾ വരികയും അതിന്റെ മുകളിൽ സഞ്ചരിക്കുകയും ചെയ്തത് കൗതുകരമായ കാഴ്ചയായിരുന്നു. മോളിവുഡിൽ ഇങ്ങനെയും ചില അത്ഭുതങ്ങൾ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും നടക്കുന്നുവെന്ന് കാണുമ്പോൾ പ്രേക്ഷകരും ഡബിൾ ഹാപ്പിയാണ്. എന്നാൽ 2026 മോഹൻലാലിനെ മറികടക്കാൻ മറ്റൊരു മോഹൻലാൽ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള പരിപാടികളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. മോളിവുഡിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മെയ് 21 പുറത്തിറങ്ങിയ ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഹിറ്റ് ഫ്രാഞ്ചൈസിയായ ദൃശ്യം എന്ന പേരിനൊപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറും ചേർന്നപ്പോൾ സമാനതകളില്ലാത്ത വിജയമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 തന്നെ ചിത്രം റിലീസ് ചെയ്തതോടെ ആരാധകരും ആവേശത്തിലായിരുന്നു. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിയപ്പെട്ട കാഴ്ചയായിരുന്നു സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. ആദ്യ 2 ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന പോലെ ഒരു മൂന്നാം ഭാഗത്തിന്റെ ട്വിസ്റ്റും നേരത്തെ അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ഓരോ പ്രേക്ഷകനിലും. തിയേറ്ററിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ OTT സ്ട്രീമിംഗും ചിത്രം ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ തിയേറ്റർ ഷോകൾ ഏറെക്കുറെ അവസാനിച്ച സാഹചര്യത്തിൽ 2026 ഏറ്റവും വലിയ ഹിറ്റായി ദൃശ്യം 3 മാറിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് വിശ്വസനീയമായ സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഇതുവരെ 238 കോടിയോളം ചിത്രം നേടിയിട്ടുണ്ട്. എല്ലാ കണക്കുകളും പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിത്രം ഈ വർഷത്തെ ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാള സിനിമ എന്ന ടാഗ് ലൈനും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹാഷിർ ആൻഡ് ടീം കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ വാഴ 2ന്റെ റെക്കോർഡുകൾ വെട്ടിച്ചാണ് ദൃശ്യം 3 ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 90 കോടിയിലധികം ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ 128 കോടിയോളം നേടിയ വാഴ 2 തന്നെയാണ് റാങ്കിങ്ങിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതേസമയം കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 37 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗം കളക്ഷനും ലഭിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചിത്രങ്ങൾക്ക് വലിയ മാർക്കറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും 109 കോടിയോളമാണ് ചിത്രം നേടിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനം സ്വന്തമാക്കാനും ദൃശ്യം 3ക്ക് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2026 എന്ന വർഷം മോഹൻലാൽ ബോക്സ് ഓഫീസിൽ ടോപ്പിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ മോഹൻലാലിനെ ആ ടോപ്പിൽ നിന്നും ഇറക്കാൻ പലരും ശ്രമിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഓണത്തിന് തന്നെ അങ്ങനെ ചില സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഐ ആം ഗെയിം, ഖലീഫ, ബദ്ലേം കുടുംബ യൂണിറ്റ് എന്നീ സിനിമകൾക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയാൽ ദൃശ്യം 3യുടെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ മറന്നേക്കാം എന്ന് തന്നെ പറയാം. അത്രയും വലിയ ഇമ്പാക്ട് ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന സിനിമകളാണ്. എന്നാൽ അവിടെ തീർന്നു എന്ന് കരുതണ്ട. ഈ വർഷാവസാനം മോഹൻലാൽ അതിമനോഹരം എന്ന തരുൺമൂർത്തി ചിത്രവുമായി എത്തുന്നുണ്ട്. അതിനൊരു പോസിറ്റീവ് കിട്ടിയാൽ ഈ പല റെക്കോർഡുകളും വീണ്ടും ബോക്സ് ഓഫീസിൽ തകിടം മറിയും. മോഹൻലാൽ വീണ്ടും ഏറ്റവും ടോപ്പിൽ എത്താനുള്ള സാധ്യതയും അവിടെ തെളിയുകയാണ്. അങ്ങനെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തിക്കുറിക്കാനും പുതിയതായി എഴുതി ചേർക്കാനും മോഹൻലാൽ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും ഈ വർഷം നമ്മൾ ഇനിയും ചില അത്ഭുതങ്ങൾ കാണും. എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? മോഹൻലാൽ ഇനിയും പല റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇനി ഏത് ചിത്രമായിരിക്കാം ബോക്സ് ഓഫീസിൽ ഈ വർഷത്തെ ഏറ്റവും ടോപ്പസ്റ്റ് കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ അത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.